ഹലോ ഫ്രണ്ട്സ്, ഡ്രീം ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു മെത്തേഡാണ്. നമ്മൾ മോണിറ്ററിൽ ബ്ലാക്ക് കുറച്ച് ഡള്ളായിട്ട് കാണുന്ന ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലവർക്ക് ചില മോണിറ്റേഴ്സിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്ലാക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് കാണില്ല. ഡീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IPS പാനൽ വെച്ച് നോക്കുമ്പോൾ OLED ആയിരിക്കും കൂടുതൽ ഡീപ്പ്. എന്നാലും IPSൽ നമുക്ക് നമ്മളെ ഡിസ്പ്ലേയുടെ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് ആയിരിക്കില്ല അതിൽ കാണിക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് ഓഫായിട്ട് കിടക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എനേബിൾ ചെയ്തിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് IPS പാനൽ മോണിറ്റേഴ്സിന് കിട്ടാം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഡെസ്ക്ടോപ്പ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് Windows 11 ലേറ്റസ്റ്റ് വെർഷനാണ്. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വെർഷനാലും യൂസ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡ് വഴി കണക്ട് ചെയ്തുള്ള ഡിസ്പ്ലേയിൽ ഇപ്പോൾ Nvidia കൺട്രോൾ പാനൽ എടുക്കാം. അതിൽ ഡിസ്പ്ലേയുടെ ഇതിൽ ചേഞ്ച് റെസൊല്യൂഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മോണിറ്റർ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഞാൻ ഡ്യുവൽ മോണിറ്റർ കണക്ട് ചെയ്തുള്ള കാരണം രണ്ടെണ്ണം അവിടെ കാണിക്കുന്നത്. ഇതാണ് മെയിനായിട്ടുള്ളത്. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഫുള്ളും ലിമിറ്റഡും കാണാൻ പറ്റും. ലിമിറ്റഡ് ആയിരിക്കും ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കളേഴ്സ് കാണൂല. അതാണ് ബ്ലാക്ക് ഡീപ്പായിട്ട് കാണാത്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ലിമിറ്റഡ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഈ ബ്ലാക്ക് കുറച്ച് ഡള്ളായിട്ടായിരിക്കും കാണാം. ഒരു ഗ്രേ കളർ പോലെ ആയിരിക്കും. ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ബ്ലാക്ക് അല്ലാണ്ട് ഒരു കുറച്ച് മാറ്റായിട്ടുള്ള പോലത്തെ. അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്യേണ്ടത് ലിമിറ്റഡ് മാറ്റിയിട്ട് ഫുള്ളാക്കി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഡിസ്പ്ലേയിൽ അത് ആ ഓപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് കുറച്ചും കൂടി ബ്ലാക്ക് ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓവറോൾ ബ്ലാക്കും വൈറ്റുമാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വൈറ്റ് കുറച്ച് ക്രീം കളർ പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുക, അത് ലിമിറ്റായി കിടക്കുമ്പോൾ. ഇപ്പോൾ മൊത്തത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെ വർക്കും ഫോട്ടോ റീടച്ചൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് കുറച്ചും കൂടി ഒരു ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റും. ചിലവർക്ക് ഇതറിയില്ല, കൂടുതലവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. പറയാത്തവർ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നവർക്ക്. അതിൻ്റെ കൂടെ തന്നെ വീഡിയോസിൽ ബ്ലാക്ക് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ബ്ലാക്ക് കാണുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ Nvidia കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വീഡിയോയുടെ അഡ്ജസ്റ്റ് വീഡിയോ കളർ സെറ്റിങ്സ് ഉണ്ട്. അതിൽ ഇതായിരിക്കും ചിലപ്പോൾ എടുക്കണ്ടാവും വിത്ത് വീഡിയോ പ്ലെയർ സെറ്റിങ്സ് എന്നുള്ളത്. അത് വിത്ത് Nvidia സെറ്റിങ്സ് ആക്കിയിട്ട് അതിൽ അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ലിമിറ്റഡ് ആയിരിക്കും എടുക്കണ്ടാവുക. അതും ഫുള്ളാക്കി കഴിഞ്ഞാൽ വീഡിയോസ് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോസൊക്കെ ലിമിറ്റഡ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡള്ളായിട്ടായിരിക്കും കാണാം. അല്ലെങ്കിൽ അതിൽ സെറ്റിങ്സ് മാറ്റിയാലേ നിങ്ങളിൽ കാണാൻ പറ്റുള്ളൂ ഈ വീഡിയോയിൽ. അല്ലെങ്കിൽ അത് നിങ്ങളിൽ ഡള്ളായിട്ട് തന്നെ ആയിരിക്കും കാണാം. അപ്പോൾ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ കുറച്ചെങ്കിലും പേർക്ക് ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നത്. കൂടുതൽ പേർക്കും ചിലപ്പോൾ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.